ഞാൻ ജോയിൻ ചെയ്തപ്പോഴത്തേനും എനിക്ക് ഏപ്പാട് റീഡിങ്ങിൻ്റെ ഒന്നും കറക്റ്റ് 20 ചെയ്തു തീർക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ പല ക്വസ്റ്റ്യൻസിൻ്റെയും മീനിങ് എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. അതെങ്ങനെയാണ് സ്കീമ സ്കാനിങ് ഒക്കെ എല്ലാവരും പറഞ്ഞു തന്നാലും എങ്ങനെയാണ് അത് സ്കീം ചെയ്യേണ്ടത്, സ്കാൻ ചെയ്യേണ്ടത്, അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം അതെല്ലാം മാഡം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചു തന്നു. അത് വെച്ച് ഞാൻ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ആദ്യമേയൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു. പിന്നെ മാം പറഞ്ഞ ഫസ്റ്റ് ടൈം കുറച്ച് ഒരു 11 മിനിറ്റ്സിലൊക്കെ തീർക്കാനായിട്ട് പറ്റി. അങ്ങനെ എനിക്ക് അത് എക്സാം ഹാളിലും അതിങ്ങനെ പ്രാക്ടിക്കലാക്കാൻ പറ്റി. അതുപോലെ തന്നെ ബിയും സി പാർട്ടിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ആദ്യം മീനിങ് ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. അപ്പം മേഡം ഓരോ എങ്ങനെ വായിച്ചിട്ട് എങ്ങനെ മീനിങ്ങിലോട്ട് എടുക്കണം, എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള രീതിയൊക്കെ യൂസ് ചെയ്തപ്പോൾ അത് ഇച്ചിരി ഈസി ആയിട്ടോ. പാട്ട് ഞാൻ പറഞ്ഞു തീരില്ലായിരുന്നു. പാട്ട് 15 മിനിറ്റ്സിൽ എനിക്കൊരു 3-4 ബാലൻസ് കിടക്കുമായിരുന്നു. എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റില്ലായിരുന്നു. പിന്നെ പാട്ട് നേരത്തെ ചെയ്യുമ്പോഴത്തേന് ആദ്യത്തെ സെക്ഷൻ പാട്ടിൻ്റെ ആദ്യത്തെ നമ്മുടെ പാരഗ്രാഫ് എടുക്കുന്നത് മിക്കതും എൻ്റെ തെറ്റിപ്പോകുമായിരുന്നു. പക്ഷെ മേഡം എന്നെ പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്കത് കറക്റ്റ് ആക്കാൻ തന്നെ പറ്റും. എവിടെ നിന്നാണ് എങ്ങനെയാണോ പെട്ടെന്ന് കിട്ടാൻ പറ്റും.